നമസ്കാരം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ പിന്തുണച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ്. വിമർശനങ്ങൾ RSS നേതാക്കളിൽ നിന്ന് പോലും ഉണ്ടാവുന്നുണ്ട്. കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തെത്തുന്നത് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ലാക്കാക്കിയാണെന്ന് വിമർശനം ഉന്നയിക്കുന്നു BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഛത്തീസ്ഗഡിൽ ദൗത്യ സംഘത്തെ അയച്ച BJPയുടെ കേരള ഘടകത്തെ അവഗണിച്ച് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ പോലും ചെയ്തത്. കേരളത്തിൽ സിറോ മലബാർ സഭയെ കൂടെ നിർത്താനുള്ള BJP സംസ്ഥാന ഘടകത്തിന്റെ ശ്രമം ഛത്തീസ്ഗഡിൽ പാളുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി സഭാ സുതാര്യ സമിതി പ്രതിനിധി ഷൈജു ആന്റണി, CPM വക്താവ് നിതീഷ് നാരായണൻ, മുസ്ലിം ലീഗ് വക്താവ് ഷിബു മീരാൻ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു, ഈ സംഘപരിവാറിനുള്ളിൽ രണ്ട് അഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന പ്രതികരണങ്ങളും അല്പം മുമ്പ് K. സുരേന്ദ്രൻ നടത്തിയ ആ പ്രസ്താവനയും യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന സവിശേഷമായ ഒരു ഐക്യം അത് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വൃഥാശ്രമമായിരുന്നോ BJP സംസ്ഥാന അധ്യക്ഷൻ ചെയ്തതായി കാണുന്നത്? ഇവിടെ സംഘപരിവാറാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരവർക്ക് അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് ഈ സംഘപരിവാറിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഓരോ അഭിപ്രായങ്ങളിൽ അവരവർക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ പ്രസ്ഥാനങ്ങൾക്കകത്തുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ, ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പറയുന്നു, ചിലർ പബ്ലിക്കായിട്ട് പറയുന്നു, ചിലർ പറയാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ആ ഒരു സംഘടനയുടെ ഘടന എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. സാധാരണ നിങ്ങൾ CPM-നെയും കോൺഗ്രസിനെയും അങ്ങനെയുള്ളവരെയൊക്കെ വിലയിരുത്തുന്ന നേതാവ് എന്ത് പറയുന്നു അത് പിന്നെ അറാൻ മൂളി അനുസരിക്കുക, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതിരിക്കുക, മിണ്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു ഏർപ്പാട് അവിടെ അല്ല അതിൻ്റെ അകത്തുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് ജിംസെ. അല്ല ഷാബു, ഇതിലെ RSS നേതാക്കൾ പോലും വിമർശനം ഉന്നയിക്കുന്നു. RV ബാബു, ശശികല ടീച്ചർ എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്ന അഭിപ്രായം ഒരെണ്ണം പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ലെന്നേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ സംഘടനയ്ക്കകത്ത്, ഈ സംഘടനയിൽ ഇപ്പൊ നേതാവിനാണെങ്കിൽ, ഉന്നത നേതാവിന്റെ കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സംഘടനാ സംവിധാനമാണ്. അല്ല, പരിചയക്കുറവിന്റെ അല്ല ഷാബു പ്രസാദ്. നമ്മളൊരു ഒരു പാർട്ടിയുടെ ഒരു പോളിസി എന്താണ്, നിലപാട് എന്താണെന്നതിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുകയാണല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു നിലപാട് പറയുന്നു. നമ്മൾ സ്വാഭാവികമായി വിചാരിക്കുക അത് BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടാണെന്ന്. എന്ന് മാത്രമല്ല, ഒരു ദൗത്യ സംഘത്തെ അയക്കുന്നു ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. അവരവിടെയുണ്ട്. അപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട് സ്വീകരിക്കുന്ന ഒരു ദൗത്യ സംഘം ഛത്തീസ്ഗഡിൽ പോകുന്നു. ഇവിടെ സംഘപരിവാർ സംഘടനകൾ പൂർണ്ണമായും ആ നിലപാടിനെ എതിർക്കുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ ആ നിലപാടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നു. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? BJPയുടെ ഔദ്യോഗിക നിലപാട് പറയേണ്ടത് BJPയുടെ കോർ കമ്മിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സംവിധാനം കൂടിയിട്ട് ഒരു പ്രമേയത്തിൽ കൂടെയാണ് BJP ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ അകത്ത് നിലപാടെടുക്കുക. ഇതിപ്പം ഇവിടെ ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതിന്റെ വാസ്തവം എന്താണ്, അതിന്റെ ന്യായാന്യായങ്ങൾ എന്താണ് എന്ന് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇവിടെ നിന്ന് ദൗത്യ സംഘത്തെ അയച്ചത്. എന്താ അത് പാടില്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നിലപാട് അതാണ്, എന്നാൽ ഞങ്ങളുടെ നിലപാട് അതല്ല എന്ന് പറയാൻ ഇതിന്റെ അകത്തെ ആൾക്കാർക്ക് അവകാശമുണ്ടെന്നേ. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് ഞാനെന്ത് ചെയ്യാന്? യെസ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വ്യക്തിപരമായ നിലപാട് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ നിലപാടാണോ സംസ്ഥാന അധ്യക്ഷ നിലപാടെന്ന് നമുക്കിപ്പോൾ വ്യക്തതയില്ല. ഷാബു പ്രസാദ് പറയുന്ന പോലെ ഞങ്ങളിലേക്ക് മടങ്ങി വരാം. ഷൈജു ആന്റണി, ഈ BJPയിൽ ഇങ്ങനെ ഒരു ഭിന്നസ്വരം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ നാം കാണാത്ത രീതിയിൽ വ്യത്യസ്ത അക്രോസ് ഓൾ ദ ചർച്ചസ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക്, ഡിനോമിനേഷനുകൾക്കിടയിൽ ഒരു ഐക്യം ഈ വിഷയത്തിലുണ്ട്. പരസ്യമായി സഭാ നേതാക്കൾ തന്നെ പ്രൊട്ടസ്റ്റുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച നാം കാണുന്നു. രാജ്ഭവൻ മാർച്ചിൽ പോലും നമ്മൾ കണ്ടതാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? BJPയുമായുള്ള ഒരു ചങ്ങാത്തത്തെക്കുറിച്ച് ക്ലീമിസ് ബാവ ഇന്ന് രാവിലെ പറയുണ്ടായി. ചങ്ങാത്തം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആ ചങ്ങാത്തം അബദ്ധമായി എന്ന തോന്നൽ സഭാ നേതൃത്വത്തിനുണ്ടാകുമോ? അജിംസെ, ഇന്ന് ക്ലിമ്മീസ് ബാവ പറഞ്ഞത് എന്താണ്? എന്തിനാണ് ചങ്ങാത്തം? ആദ്യം അവർ കൽത്തുറങ്കിൽ നിന്ന് പുറത്തു വരട്ടെ
എന്നാണ് ക്ലിമ്മീസ് ബാബു പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ഥിതി എടുത്തു നോക്കുക. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഒരേ നിലപാടിലാണ്, ഒരൊറ്റ നിലപാടിലാണ്. എന്താണ് നിലപാട്? ആ നിലപാട് മതേതരത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് ഈ നടന്ന സംഭവം എന്നുള്ള നിലപാടാണ്. ആ നിലപാട് ക്രൈസ്തവ വേട്ടയ്ക്കെതിരെയുള്ള നിലപാടാണ്. ക്രൈസ്തവ വേട്ട എന്ന് പറയുന്നത് വളരെ വ്യാപകമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ കുറേ നാളുകളായി പലരും അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്ത് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് അത് പൊട്ടിത്തെറിക്കണ്ടേ? ഞാൻ പറയുന്നത് ജൂൺ മാസത്തിലാണ് 90 വയസ്സായ വയോധികനായ ഒരു വൈദികൻ്റെ വായിൽ തുണി കുത്തിത്തിരുകി പ്രശ്നമുണ്ടാക്കി ആ വൈദികൻ ഈ മഞ്ഞുമ്മൽ വന്ന് താമസിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു മാസം മുമ്പാണ്, കുറച്ച് നാൾ മുമ്പാണ് ഒരു 2 കന്യാസ്ത്രീമാരെ ഇവിടെ ട്രെയിനിൽ വെച്ച് പിടിച്ച് അവർ ഫരീദാബാദിലേക്ക് പോകുന്ന വഴിയിൽ ട്രെയിനിൽ വെച്ച് പിടിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് കുറച്ച് നാൾ മുമ്പാണ്. അതിനിടയിലാണ് ജബൽപൂരിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടതും. ഇതെല്ലാം നടക്കുന്ന സമയത്ത് എന്താണ് ഛത്തീസ്ഗഡ് എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു വ്യാപകമായ ബോധം, അങ്ങനെ ഒരു പരിപ്രേക്ഷ്യം ക്രിസ്ത്യാനികൾക്കിടയിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ സത്യം. എന്താണ് ആ വ്യാപകമായ സാധനം എന്ന് വെച്ചാൽ, അവിടങ്ങളിൽ ക്രമസമാധാന പാലനം ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നു എന്നതാണ്. ബജ്രംഗ് ദൾ പോലുള്ള ഒരു ഭീകര സംഘടന, ബജ്രംഗ് ദൾ പോലുള്ള ഒരു തീവ്രവാദ സംഘടന ആൾക്കൂട്ടത്തെ അഴിച്ചുവിട്ട് ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ, ആൾക്കൂട്ടം പറയുന്ന കാര്യങ്ങൾ അവിടുത്തെ പോലീസ് അധികാരികൾ ചെയ്യേണ്ടി വരുന്നു. നോക്കൂ, ഇന്ന് എ റഹീമിൻ്റെ ഒരു പോസ്റ്റുണ്ട്. എ റഹീം പറഞ്ഞത്, ഈ ജയിലിൽ പോയി അവരെ കാണുന്നു. അവരെ കണ്ടപ്പോൾ അവർ പറയുകയാണ്, പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഇവരെ ഈ 2 ദളിത് പെൺകുട്ടികളെ അടിച്ചവശയാക്കുന്നു. പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. ആ ഒരു സഹോദരൻ ഒരാളുണ്ട്, അയാളെയും അടിക്കുന്നു. പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ്. പോലീസ് വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. ഈ കന്യാസ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ വിദേശികൾ ഇന്ത്യയിൽ വന്ന് ഞങ്ങളുടെ ഉപ്പും ചോറും തിന്ന് ഞങ്ങളുടെ മതത്തെ അപമാനിക്കുന്നുവോ എന്നാണ് കന്യാസ്ത്രീകളോട് ചോദ്യം. നിങ്ങൾ വിദേശികൾ, നോക്കൂ, ഈ രാജ്യത്തെ പൗരനാണെന്ന് തെളിയിക്കേണ്ടത് ബജ്രംഗ് ദൾ ഓഫീസിൽ പോയി തെളിയിക്കണമെന്നുള്ള ഒരവസ്ഥ എത്തിയിരിക്കുന്നു. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. പുറമേ നിന്ന് വന്നവരാണ് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന തരത്തിൽ, ഞാൻ പറയുന്നത്, എനിക്ക് എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് BJPയുടെയോ ബജ്രംഗ് ദളിൻ്റെയോ ഓഫീസിൽ പോയല്ല. വൈ ഷുഡ് ഐ? പോലീസിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടായെങ്കിൽ, അത് റഹീമിനോട് പറഞ്ഞപ്പോൾ അവർ കണ്ണീർ വാർക്കുകയാണ്. ഞങ്ങളുടെ സ്വത്വം തെളിയിക്കാൻ ഞങ്ങൾ ഇവരുടെ ഈ ആൾക്കൂട്ടത്തിൻ്റെ അനുമതി വാങ്ങണമോ? എന്തൊരവസ്ഥയാണത്! അങ്ങനെ യാതൊരുവിധ നിയമവാഴ്ചയുമില്ലാത്ത ഒരു സംസ്ഥാനം, യാതൊരുവിധ നിയമവാഴ്ചയുമില്ലാത്ത ഒരു സംസ്ഥാനത്ത് അഴിഞ്ഞാടാൻ കുറേ ആളുകളെ ഇറക്കി വിട്ടിരിക്കുന്നു. ഇന്ന് കോടതിക്ക് മുമ്പിൽ അവർ മുദ്രാവാക്യം വിളിച്ച് വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? കോടതി എന്താ ചെയ്തത്? കോടതി ആ കേസ് പോലും പരിഗണിച്ചില്ല. നിങ്ങളെ അപ്പുറത്ത് NIA കോടതിയിൽ പോയി ചോദിക്കൂ. പേടിച്ചിട്ടാണ് കോടതിക്ക് പോലും. ഇന്ന് ആ കോടതി എങ്ങാനും ജാമ്യം കൊടുത്തായിരുന്നെങ്കിൽ ഇവർ ചിലപ്പോൾ ആ കോടതി തല്ലി പൊളിച്ചനെ. എന്തൊരവസ്ഥയാണ് ഈ രാജ്യത്ത്! മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ച മനുഷ്യരാണ് ഇവർ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവർ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. കോടതികൾ പോലും ഭയപ്പെടുന്നു. അപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് പോട്ടെ, ഇനി പുറത്തെവിടെയെങ്കിലും ഒരു കോടതിയിൽ പോയിട്ട് ഇതിന് നിങ്ങൾ ജാമ്യം മേടിക്കട്ടെ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്, ഭീകരമായൊരവസ്ഥയാണ്. അത്തരമൊരവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യത്തെ കാണാൻ.
ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ, ബജ്രംഗ് ദൾ പോലുള്ള തീവ്രവാദ സംഘടനകളെ നിരോധിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ, ഇതുപോലുള്ള കിരാത നിയമങ്ങൾ എടുത്തു മാറ്റാൻ, ഇത് ഞാൻ പറഞ്ഞത്, ഇതിനകത്തുള്ള പലരും പറയുന്നത് ഹിന്ദുക്കളെ മതം മാറ്റിയാൽ ഞങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞത് മതപരിവർത്തനം നിരോധിക്കപ്പെട്ട ഒരു രാജ്യമല്ല ഇന്ത്യ. മതപരിവർത്തനം ആർക്കും നടത്താം. ഈ രാജ്യത്ത് നിർബന്ധിത മതപരിവർത്തനം മാത്രമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് അവർ ഈ നിർബന്ധിതം എന്ന വാക്കെടുത്ത് മാറ്റുകയാണ്. അത് നിർബന്ധിതമാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തിക്ക് മാത്രമാണ്. അതെങ്ങനെയാണ് ബജ്രംഗ് ദളിന്റെ ഓഫീസിലുള്ളവർക്കാകുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ മതം മാറുന്നു എന്ന് വിചാരിക്കുക. ഞാൻ മതം മാറുന്നത് എന്നെ നിർബന്ധിച്ചിട്ടാണോ എന്ന് പറയേണ്ടയാൾ ഞാനാണ്. അത് ബജ്രംഗ് ദൾ പ്രവർത്തകരല്ല, ഒരു തീവ്രവാദ സംഘടനയല്ല. ഷൈജു ആന്റണി, അത് ഇവിടുത്തെ ഹിന്ദു ഷൈജു ആന്റണി, അങ്ങ് ഇവിടെ വിശദീകരിച്ച ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം പല സംസ്ഥാനങ്ങളും ഉണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഭേദഗതി വരുത്തി ഈ പറയുന്ന നിർബന്ധിതമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഒരു മൂന്നാം കക്ഷി തേർഡ് പാർട്ടി തീരുമാനിക്കുന്ന തരത്തിലുള്ള ഭേദഗതി കൊണ്ടുവന്നത് BJP സർക്കാരുകളാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷം പല സംസ്ഥാനങ്ങളും അത് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നോക്കൂ, ഇവിടെ BJPയുടെ ഒരു രാഷ്ട്രീയമായ നിലപാടാണ് ആ നിയമത്തിൽ പ്രതിഫലിക്കുന്നത്. ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ബജ്രംഗ് ദൾ പോലെ, അങ്ങ് തന്നെ സൂചിപ്പിച്ച തീവ്രവാദ സംഘടനകൾ എന്ന് വിളിച്ച ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. എന്നിരിക്കെ CBCയുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ BJP ഉൾപ്പെടെ ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല, ചില ഫ്രിഞ്ച് എലമെന്റുകളാണ് പ്രശ്നം, അവരെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാകണമെന്ന് ഞാൻ BJP MPയോട് ഉൾപ്പെടെ അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങ് കുറച്ചു മുമ്പ് പറഞ്ഞു, രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ വേട്ട എത്രമാത്രം രൂക്ഷമാകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് നാം കണ്ട പ്രൊട്ടസ്റ്റ് എന്ന്. അങ്ങനെ ഒരു തിരിച്ചറിവ് ആൻഡ്രൂസ് താഴത്തിനും CBCക്കും ഉണ്ടായിട്ടുണ്ടോ? അതൊരു സംശയകരമായൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല. അവർ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, പലപ്പോഴും പല ബിഷപ്പുമാരും പല തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ വിശ്വാസികൾ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമായി ആൻഡ്രൂസ് താഴത്ത് നാളെ തൃശ്ശൂരിലേക്ക് ഇറങ്ങിയാൽ അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമായി ക്ലിമ്മീസ് പിതാവ് നാളെ രംഗത്തേക്ക് ഇറങ്ങിയാൽ വിശ്വാസികൾ സമ്മതിക്കില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വിശ്വാസികൾ, പ്രബുദ്ധരായ വിശ്വാസികളാണ് ക്രൈസ്തവ വിശ്വാസികൾ. അവർ ബോധമുള്ളവരാണ്, അവർ പഠിച്ചിട്ടുള്ളവരാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബിഷപ്പുമാരും ഇത്രമാത്രം അതിരൂപതകളിലും ഇത്രമാത്രം ഇടവകകളിലും ഇത്രമാത്രം ഫൊറോനകളിലും എല്ലാം ഇങ്ങനെ നിരന്തരം അടിക്കടി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പോൾ നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിഷേധം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലായിടത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിശ്വാസികളുടെ സമ്മർദ്ദമാണ്. വിശ്വാസികൾ വളരെ കൃത്യമായി ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. അവർ വൈദികരോട്, അവർ ബിഷപ്പുമാരോട് അവർ വ്യക്തമായി പറയുകയാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഒരു ബിഷപ്പ് പോലും ഇന്നുവരെ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന്. ആക്രമിക്കപ്പെട്ടത് മുഴുവനും സാധാരണ വിശ്വാസികളാണ്. ആക്രമിക്കപ്പെട്ടത് മുഴുവനും ഇതേപോലെയുള്ള റിലീജിയസ് കന്യാസ്ത്രീകളാണ്. ആക്രമിക്കപ്പെട്ടത് മുഴുവനും വൈദികരാണ്. ഒരു ബിഷപ്പ് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ന് വിശ്വാസികൾ ബിഷപ്പുമാരോട് പറയുകയാണ്. വിശ്വാസികൾ ബിഷപ്പുമാരോട് പറയുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴുണ്ടായ ഈ ഒരു പ്രതിഷേധ അഗ്നി അത് വലിയൊരു ശക്തിയായി മറ്റ് സഭകളിലേക്ക്, അതായത് എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളിലേക്കും വ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അത് എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനിലെയും അൽമായ നേതാക്കൾ പരസ്പരം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. ഇത് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കണം. ഈ വിഷയത്തിൽ ഇന്ന് സുരേന്ദ്രനടക്കം പലരും പറഞ്ഞത് കേരളത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് വെറും രാഷ്ട്രീയ ആവശ്യം മാത്രമാണെന്നാണ്. നോക്കൂ, നിങ്ങൾ ഉത്തരാഖണ്ഡിൽ കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു. നിങ്ങൾ ഉത്തരാഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ തുറുങ്കിലടച്ചത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമാണ്, അല്ലാതെ നിങ്ങളുടെ മതപരമായ ആവശ്യമൊന്നുമല്ല. അവിടെ ഒരു മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം.
അവിടെ ഒന്നും നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടുത്തെ പ്രശ്നം, ഒരു ആദിവാസി യുവാവിന് നിങ്ങളൊരു ജോലി കൊടുത്താൽ ആ ആദിവാസി യുവാവിന് മാസം 7,000 രൂപ 8,000 രൂപ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഉടമസ്ഥൻ ക്രിസ്ത്യാനിയാണെങ്കിൽ നാളെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്ക് പറയാം, ഈ ആദിവാസിയെ മതം മാറ്റാനാണ് അവൻ ശമ്പളം കൊടുക്കുന്നതെന്ന്. എന്തൊരവസ്ഥയാണ്! ജോലിക്കെടുക്കാൻ പോലും, അതായത് ഈ ആദിവാസികൾക്ക് ജോലി കൊടുത്താൽ, ആദിവാസികൾക്ക് ഭക്ഷണം കൊടുത്താൽ, ആദിവാസികൾക്ക് വസ്ത്രം കൊടുത്താൽ, ഇതെല്ലാം വലിയ കുറ്റമാണ് എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാം. എങ്ങനെയാണ് ഇവർ ഈ സമൂഹത്തെ കാണുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇവർ പറയില്ലേ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് വലിയ ഭൂരിപക്ഷമാണെന്നൊക്കെ ഇവർ പറയില്ല. ഇവർക്ക് എന്താ ഗുണമെന്നറിയാമോ? ആദിവാസികൾ അവർ പറയുന്നത് കേട്ട് ജീവിക്കുക. അവർക്ക് വിദ്യാഭ്യാസമില്ല. ആദിവാസികൾ അങ്ങനെയാണ്, ST എന്ന ലേബലിലുള്ള. അതുകൊണ്ട് അവരെ പേടിപ്പിക്കാനാണ് ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഒരു നിയമം കൊണ്ടുവരാൻ തുടങ്ങിയത്. STമാർ മതം മാറിയാൽ അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന കാര്യമല്ല എന്ന് ഓർക്കണം. അത് കൊണ്ടുവരാൻ തുടങ്ങിയ ആളാണ്. മതപരിവർത്തന നിയമം കുറെ കൂടി കർക്കശമാക്കണം. എന്താണ് കാരണം? അവിടുത്തെ ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യാതൊരു തരത്തിലും ഉപജീവിക്കാനുള്ള പണം പോലും കിട്ടാത്ത തരത്തിൽ, വിദ്യാഭ്യാസമില്ലാത്ത തരത്തിൽ, വസ്ത്രമില്ലാത്ത തരത്തിൽ, ഭക്ഷണമില്ലാത്ത തരത്തിൽ അവർ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ മാറിക്കൂടാ എന്നുള്ളതാണ്. ജാതിയാണ് പ്രശ്നം. കീഴ്ജാതിക്കാരനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ടൂളാക്കുന്നത് ക്രിസ്ത്യാനിയെയാണ്. ഇപ്പോൾ അവിടെയാണ് പ്രശ്നം. അത് ക്രിസ്ത്യാനി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ശരി ശരി ഷൈജു, ഷൈജിലേക്ക് വരാം. കൂട്ടത്തിലും ദളിത് ക്രൈസ്തവരുണ്ട്. ശരി ഷൈജു, അതിലേക്ക് ഞാൻ വരാം. ശ്രീ നിതീഷ് നാരായണൻ, ഇവിടെ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ രണ്ട് പ്രമുഖ ന്യൂനപക്ഷങ്ങളിൽ ഒന്നിനെങ്കിലും കൂടെ നിർത്താതെ തങ്ങൾക്കിവിടെ ഒരു പ്രോസ്പെക്ട്സുമില്ല, ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല എന്ന് തുറന്നു പറഞ്ഞ ആളാണ് കെ സുരേന്ദ്രൻ, മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ അതിലാക്കാക്കിക്കൊണ്ട് കേരളത്തിലെ രണ്ട് ന്യൂനപക്ഷങ്ങളിൽ പ്രമുഖരായ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവർ ലക്ഷ്യം വയ്ക്കുന്നു. അതിലെ പ്രമുഖ ഡിനോമിനേഷനുകളുടെ നേതാക്കളുമായും സഭാപിതാക്കളുമായും അവർ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നു. അങ്ങനെ ഒരു വിഭാഗം ആളുകളെങ്കിലും BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നു. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ആ പിന്തുണയോടുകൂടി അവർ അധികാരത്തിൽ വരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മോഡസ് ഓപ്പറാൻഡി തന്നെ മറുപക്ഷത്തുള്ള മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തെ ശത്രുപക്ഷത്ത് നിർത്തിയുള്ള ഒരു പ്രചാരണമായിരുന്നു. കഴിഞ്ഞൊരു 4-5 വർഷമായി കേരളത്തിൽ അത് വ്യാപകമാണ്. അതിന് അവർക്ക് ഫലമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സംഭവത്തോടു കൂടി ആ ഒരു നീക്കം ദുർബലമാകുമെന്ന് CPM കരുതുന്നുണ്ടോ? ഇത് ഇന്ത്യയിലെമ്പാടും RSS സംഘപരിവാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണിത്. അതായത് ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുക, ആ സമൂഹത്തിലെ സാമൂഹിക വിഭാഗങ്ങളെ തരംതിരിക്കുക, എങ്ങനെയാണ് സാമൂഹിക വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിൻ്റെ ശത്രുവാക്കി നിർത്തിക്കൊണ്ട് അവിടെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു സമൂഹത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ട്, സമൂഹത്തിൽ ഒന്നിച്ചു ജീവിക്കുന്ന ജനങ്ങളെ പരസ്പരം ശത്രുക്കളാക്കി നിർത്തിക്കൊണ്ട് എങ്ങനെ അതിൽ ഒരു വിഭാഗത്തെ താൽക്കാലികമായി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നേട്ടമുണ്ടാക്കിയെടുക്കാം എന്നുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയിലെമ്പാടും RSS നടത്തുന്നുണ്ട്, സംഘപരിവാരം നടത്തുന്നുണ്ട്. അത് ഛത്തീസ്ഗഡിലുണ്ട്, അത് കേരളത്തിലുണ്ട്. ഛത്തീസ്ഗഡിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ട്രൈബൽ ഭൂരിപക്ഷ മേഖല ഒരുപാടുള്ള സ്ഥലമാണ്. ഛത്തീസ്ഗഡിലെ ജനസംഖ്യയുടെ 34% ആദിവാസികളാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ അതിൽ ആദിവാസി ക്രിസ്ത്യൻ വിഭാഗവും അതിനകത്ത് ഉണ്ട്. വ്യത്യസ്ത മതവിശ്വാസം പുലർത്തുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സംഘർഷം രൂപപ്പെടുത്തുക എന്നുള്ളത് എത്രയോ വർഷമായിട്ട് സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ ഡെമോഗ്രഫി വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ ഡെമോഗ്രഫിയിൽ ഇന്ന് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്തുക, ചില ആളുകളെ എങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളൊരു തന്ത്രമാണ് BJPയും സംഘപരിവാരും എല്ലാം കുറച്ച് കാലമായിട്ട് അവർ പിന്തുടർന്ന് കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരേ തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതിയാണ് എന്നുള്ളത് ആണ്. മറ്റൊരു കാര്യം, ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ
തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് എത്ര വർഷം മുന്നേ സംഘപരിവാരം പ്രഖ്യാപിച്ചതാ? ഇനി ഒന്നും വേണ്ട, 2014 ഡൽഹിയിൽ നടന്നിട്ടുള്ള ലോക ഹിന്ദു സമ്മേളനത്തിൽ RSS ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എന്തായിരുന്നു ആ പ്രഖ്യാപനം? അന്ന് വരെ ഉണ്ടായിട്ടുള്ള അവർ തുറന്നു പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ഒരുപടി കൂടി കടന്നിട്ട് അവരന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഇന്ത്യയിൽ 5 ശത്രുക്കളാണുള്ളത് എന്നുള്ളതാണ്. വിചാരധാരയിൽ പറഞ്ഞത്, ബെഞ്ച് ഓഫ് തോട്ട്സിൽ പറഞ്ഞത് 3 ആഭ്യന്തര ശത്രുക്കളാണ് എന്നുള്ളതായിരുന്നു: ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഡൽഹിയിൽ നടന്ന ലോക ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു 5M ആണ് എന്ന്. എന്താ 5M? ഒന്ന് മാർക്സിസം, മെക്കാളയിസം, മിഷണറീസ്, അതുപോലെ മെറ്റീരിയലിസം, മുസ്ലിം എക്സ്ട്രീമിസം. ഇത് ലോകത്തോട് പ്രഖ്യാപിച്ചു. ഇത് പറയുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകേണ്ടതല്ലേ ആരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്ത്, ഏത് തരത്തിലുള്ള ഒരു സമൂഹ നിർമ്മിതിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുക. നമ്മുടെ മുന്നിൽ രേഖകളുണ്ട്. ആ രേഖകൾ പറയുന്നത് 8 ഇരട്ടിയിലധികം വർദ്ധിച്ചു ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം എന്നുള്ളതാണ്. 114 എണ്ണമായിരുന്നു 2013 രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2024 എത്തുമ്പോഴേക്കും അത് 850ഓളമായിട്ട് വർദ്ധിച്ചത് നമ്മൾ കണ്ടു. 2023 നിന്ന് 24 എത്തുമ്പോഴേക്കും 114 എണ്ണമാണ് ഒരു വർഷം കൊണ്ട് വർദ്ധിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് മുമ്പ് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പിനെയും തുമോത്തിയെയും ചുട്ടുകൊന്നിട്ടുള്ള സംഘപരിവാര ഭീകരത നമ്മൾ കണ്ടിട്ടുണ്ട്. കാന്തമാലിൽ നടമാടിയിട്ടുള്ള മനുഷ്യത്വത്തെ ഭീകരമായി കൂട്ടക്കൊല ചെയ്തിട്ടുള്ള, പള്ളികൾ ആക്രമിക്കുകയും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പുരോഹിതന്മാരെ കൊല്ലുകയും ചെയ്തിട്ടുള്ള ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജബൽപൂരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കരോളുകൾ, ക്രിസ്മസ് കരോളുകൾ ആക്രമിക്കുന്നത് ഡൽഹി രാജ്യ തലസ്ഥാനത്തുൾപ്പെടെ അതിന് പരസ്യമായ വിലക്ക് ഏർപ്പെടുന്ന കാഴ്ച അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ജനസംഖ്യ അനുസരിച്ച്, അവിടുത്തെ സാമൂഹിക വിഭാഗങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് അവിടെ സംഘർഷത്തെ മൂർച്ഛിപ്പിക്കുക എന്നുള്ളതാണ് സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ ശ്രമിച്ചത്, കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗം, അതിനെ പരസ്പരം ശത്രുക്കളാക്കിയിട്ട് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ശത്രു മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരം എവിടെ സൃഷ്ടിച്ചെടുക്കണം? ക്രിസ്ത്യാനികൾക്കിടയിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ തയ്യാറാക്കുന്ന തിരക്കഥക്കനുസരിച്ചിട്ട് ഈ പാവ കളിക്കുന്ന മടയന്മാരാണ് എന്ന് അവർ കരുതരുത്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ തെരുവുകളിൽ ഒരുപക്ഷെ സഭാ നേതൃത്വത്തിന് മുൻപേ ജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുന്ന, വിശ്വാസികൾ പ്രതിഷേധം രേഖപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പെട്ടിരിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അവർ ഇതേ നിലപാട്, ഇപ്പം നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ കേൾക്കുകയായിരുന്നു. കേരളത്തിൽ ഇത് ബാധകമല്ല, മതപരിവർത്തനം നടക്കുന്നൊന്നുമില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഇങ്ങനെയല്ല അവസ്ഥ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ രാജസ്ഥാൻ, ഒഡീഷ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ഒന്ന്, നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, മതപരിവർത്തനം തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഒരു മനുഷ്യന് ഏത് മതത്തിലും വിശ്വസിക്കാൻ വേണ്ടി പറ്റും, അവർക്കത് പിന്തുടരാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, എങ്കിലും ഇതൊരു ചർച്ചയായി വന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൂട്ടിയിട്ട് മതപരിവർത്തനം നടത്തിയതാരാ? അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്, ഡോക്ടർ BR അംബേദ്കറാണ്. 1956 നാഗ്പൂരിൽ അദ്ദേഹം ഒറ്റക്കല്ല, അതായത് ഹിന്ദു മതത്തെ ഞാൻ പരിപൂർണമായിട്ടും നിരാകരിക്കുന്നു, അത് അനീതിയുടെ, അസമത്വത്തിൻ്റെ, ശ്രേണീകൃതമായ വിവേചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്, അവിടെ തുല്യതയോ സാഹോദര്യമോ സാധ്യമല്ല എന്ന് പറഞ്ഞ് പരസ്യമായി പ്രഖ്യാപിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിയിട്ട് മതപരിവർത്തനം നടത്തിയവൻ നിങ്ങൾ അംബേദ്കറെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകുമോ? ഇതാണ് ചോദ്യം. മറ്റൊന്ന്, കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിലും ആളുകൾ അവർക്കിഷ്ടമുള്ള മതങ്ങളിലേക്ക് മാറുന്നുണ്ട്, മതം ഉപേക്ഷിക്കുന്ന മനുഷ്യരുണ്ട്. 2021 ഗവൺമെന്റിന്റെ തന്നെ ഒരു ഗസറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നത്തെ വർഷം ഇവിടെ കോളത്തിൽ മതം തിരുത്താൻ വേണ്ടിയിട്ടോ മതം ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അപേക്ഷ നൽകിയിട്ട് അത് നേടിയെടുത്തിട്ടുള്ള മനുഷ്യരുടെ എണ്ണം വെച്ചിട്ട് 47% ആളുകൾ ഹിന്ദു മതത്തിലേക്കാണ് മാറിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം ആണ്. എന്നാൽ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒഡീഷയിലും പറയുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ പറയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവില്ല. എന്തുകൊണ്ട് തയ്യാറാവില്ല?
അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കള്ളക്കളികൾ, തങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചില പുകമറകൾ ഇല്ലാണ്ടായി പോകും എന്നുള്ള കാര്യം അവർക്ക് അറിയാം. പക്ഷേ ആ രീതിയല്ല ഉത്തരേന്ത്യയിൽ നടത്തുക. രണ്ടിടത്താണെങ്കിലും ഇവരെ ജനങ്ങൾ കൈവിടും. കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും. അത് ഏത് സഭ തിരിച്ചറിഞ്ഞാലും ഏത് നേതൃത്വം തിരിച്ചറിഞ്ഞാലും ഷാബു പ്രസാദ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ചർച്ചയിൽ നിന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇനി ചർച്ചയിൽ ഉണ്ടാവില്ല. ഷിബു മീരാൻ, ഇവിടെ നോക്കുക, കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം എടുക്കുക. ഇപ്പോൾ മുനമ്പം വിഷയം നമുക്കറിയാം. ആ വിഷയം എങ്ങനെയാണ് രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലെ ഭിന്നതയ്ക്ക് വേണ്ടി സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് നാം കണ്ടതാണ്. ഇത് ഒരു തിരിച്ചറിവിന് ഇടയാക്കുമോ? അതായത് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്ന ചെന്നായയാണ് മറുപക്ഷത്ത് എന്ന് ഈ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയുമോ? തീർച്ചയായും അജിംസ്, നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, സംഘപരിവാറിന്റെ ഒരു അജണ്ട അത് വളരെ പ്രഖ്യാപിതമായ ഒന്നാണ്. അവർ അവരുടെ ശത്രുക്കളെ ആദ്യാവസാനം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ഓർക്കാറുണ്ട്. പക്ഷേ 2008 ഖണ്ഡമാൽ വംശഹത്യ അവിടെയുണ്ട്. അപ്പോൾ ആൾക്കൂട്ട ഭീകരത, അതിപ്പോൾ മോഡി ഇന്ത്യയിൽ ഒരു മുസ്ലിം വിരുദ്ധ സംഗതി എന്ന നിലക്കാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആൾക്കൂട്ട ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖത്തിന് നാം സാക്ഷ്യം വഹിച്ചത് ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും ഒരു ട്രക്കിലിട്ട് ചുട്ടുകൊന്നപ്പോഴായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയിൽ എത്ര ആക്രമണങ്ങൾ ഇവിടുത്തെ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ അത്രയോ അതിലേറെയോ ക്രൈസ്തവ സമൂഹത്തിനെതിരെ രാപകൽ ഭേദമന്യേ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 2021 ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിൽ ക്രൈസ്തവ സന്യാസിനിമാർക്കെതിരെ സമാനമായ ഒരു സംഭവം ഉണ്ടായി. പിന്നീട് ഇങ്ങോട്ട് നിയമനിർമ്മാണങ്ങളുടെ ഒരു ഘട്ടം വന്നു. അപ്പോൾ പൗരത്വം പോലെയുള്ള ചില നിർമ്മാണങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തതുപോലെ തന്നെ കൃത്യമായി ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ പോലും വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുള്ള നിസ്വാർത്ഥ സേവനത്തിന് പേര് കേട്ട ഈ മിഷണറി പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ഇവർ കൊണ്ടുവന്ന നിയമങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തന നിരോധന നിയമങ്ങൾ. ആ നിയമങ്ങളുടെ പിന്നിൽ അപകടം നോക്കൂ. ഇവിടെ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും അത് പ്രബോധനം ചെയ്യാനും അവകാശം കൊടുക്കുന്ന ആർട്ടിക്കിൾ 25 പ്രകാരം അവകാശം കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടന, ആ മൗലിക അവകാശങ്ങളിൽ ഇവർക്ക് തൊടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവർ നിർബന്ധിത മതപരിവർത്തനം എന്ന പുതിയ സംഗതി കൊണ്ടുവരും. എന്നിട്ടോ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിലെ നിയമം തന്നെ അജിംസെ പരിശോധിച്ചാൽ ഇത് റീകൺവെർഷൻ ആണെങ്കിൽ, ഘർവാപ്പസി ആണെങ്കിൽ DMനെ ഒന്ന് അറിയിച്ചിട്ടത് ചെയ്യാം. എന്നാൽ കൺവെർഷൻ ആണെങ്കിലോ 60 ദിവസം മുൻപേ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തൊരു പരാതി വന്നാൽ ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ്? നിർബന്ധിതമായിട്ടല്ല മതപരിവർത്തനം നടത്തുന്നത് എന്ന് തെളിയിക്കേണ്ടത് ഈ മതപരിവർത്തനം നടത്തുന്ന ആളാണ്. ഇപ്പൊ നോക്കൂ, ഛത്തീസ്ഗഡിൽ എന്താ സംഭവിച്ചത്? അവിടെ രേഖകൾ പരിശോധിച്ചു. ഒരു ക്രൈസ്തവ സന്യാസിനിമാരോടൊപ്പം 2 പെൺകുട്ടികളും അവരുടെ സഹോദരനും യാത്ര ചെയ്യുന്നു. ആ യാത്ര നിയമപരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ട എല്ലാ രേഖകളോടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അവിടെ ഒരു പരിശോധന നടത്തി അവരെ വിട്ടയക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ബജ്രംഗ് ദളിന്റെ കുറെ പ്രവർത്തകർ വരുന്നു. ഇന്നിപ്പോൾ കോടതിക്ക് മുന്നിലും അവരെത്തുകയാണ്. എന്നിട്ടോ കോടതി NIക്ക് വിടുക. NI എപ്പോഴും ഒരു കേസ് പരിശോധിക്കുക. ഈ രാജ്യത്തിന്റെ ദേശസുരക്ഷ, രാജ്യത്തിന്റെ പരമാധികാരത്തെയൊക്കെ അപകടപ്പെടുത്തുന്ന ഗൗരവതരമേറിയ കുറ്റകൃത്യങ്ങളല്ലേ NIയെ പരിശോധിക്കേണ്ടത്? ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്ന് അത് NIക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്നത്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിന്റെ ആൾക്കൂട്ട ഭീകരതയാണ്. ആരാധനാ സ്വാതന്ത്ര്യം ഇതിന്റെ ഏറ്റവും പ്രാഥമികമായ ലെവലാണല്ലോ. ഈ കഴിഞ്ഞ മാസമൊക്കെ രാജസ്ഥാനിൽ നിന്നൊക്കെ പുറത്തു വന്ന വീഡിയോകളിൽ കാണുന്നത് അജിംസെ, ഇവര് ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് മുദ്രാവാക്യം വിളികളുമായി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുഖത്തടിക്കാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇതൊക്കെ നിർബാധം ഉത്തരേന്ത്യയിൽ തുടരുമ്പോഴാണ് അജിംസ് ഈ കേരളത്തിൽ ഒന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പയറ്റി തെളിഞ്ഞ ആ തന്ത്രം ഇവിടെ ഒന്ന് പരീക്ഷിച്ച് കളയാം. ക്രൈസ്തവ സമൂഹത്തെ ഏതെങ്കിലും നിലക്ക് അടുപ്പിക്കാം. ആർക്കും ഒരു വിരോധമില്ല. ആ സമൂഹം നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അത് മുഖ്യ അജണ്ടയായി സ്വീകരിച്ച് അവിടെ കൂടെ നിർത്താൻ BJP ശ്രമിക്കുന്നെങ്കിൽ ആർക്കാ പ്രശ്നം? ഇവിടെ ഒരു നെറുകേട് കാണിച്ചു ഇവര്. കേരളത്തിന്റെ പൊതുവായ മതസൗഹാർദ്ദത്തെ, സവിശേഷമായി ഇവിടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്രൈസ്തവ മുസ്ലിം സാഹോദര്യത്തെ തകർക്കാൻ കാസ പോലെയുള്ള സംഘടനകൾക്ക് ചെലവും കൊടുത്ത് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഇവരാളി കത്തിച്ചു. മുനമ്പൊക്കെ അതിന്റെ തുടർ. പക്ഷെ ഇപ്പോ
ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ ഇപ്പോൾ മീഡിയ വൺ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മലയാളികളായ 2 സന്യാസിനിമാർ അവർ ഛത്തീസ്ഗഡിൽ അവർ ജപമാലയും ബൈബിളുമായി യാത്ര ചെയ്ത തിരുവസ്ത്രം ധരിച്ച അവർ ഛത്തീസ്ഗഡിൽ ജയിലിലാകുമ്പോൾ കുറെ കൂടി ഉച്ചത്തിൽ കുറെ കൂടി ഗൗരവത്തോടെ നമുക്കിത് ചർച്ച ചെയ്യാൻ ഒരു അവസരമായിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് ഐസോലേറ്റഡ് ആയ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇവിടുന്ന് കുറെ വിദ്വാന്മാർ പോയല്ലോ, ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ എന്റെ സംശയം ഇവിടുന്ന് പോയവർ യഥാർത്ഥത്തിൽ അവിടെ ഈ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ച് കാലാകാലം ഈ പാവപ്പെട്ട സന്യാസിന്മാർ ജയിലിൽ കിടക്കട്ടെ എന്ന് ഉറപ്പാക്കാൻ പോയവരാണ്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിന്റെ താഴെ ആയി വരുന്ന കമന്റുകളെ കുറിച്ച് അജിംസ് ചോദിച്ചല്ലോ, BJP പ്രതിനിധി. അദ്ദേഹം മറ്റൊരു കാരണം ചർച്ചയിൽ പോയി, ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കല്ല. അജിംസ്, എമ്പുരാൻ സിനിമയിൽ നമ്മൾ കണ്ടില്ലേ, ഈ കേരള സംഘികളുടെ കേരള BJPയുടെ വില ഇത്രയേ ഉള്ളൂ. വണ്ടി പാതി എത്തുമ്പോൾ നീ ഒന്നും ചപ്പാത്തി തിന്നാത്തത് കൊണ്ട് നിനക്കൊന്നും ഹിന്ദി അറിയില്ല എന്ന് കരുതി പാതി വഴിയിൽ ഇവരിറക്കി വിടും. ഇന്ത്യയിലെ സംഘപരിവാറിന്റെ അജണ്ട ന്യൂനപക്ഷ വിരുദ്ധമായ, ദളിത് വിരുദ്ധമായ, മതനിരപേക്ഷമായ വർഗീയ രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഈ നീലക്കുറുക്കന്മാരെ പോലെ വന്ന് ഇവർ കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ പിന്നിലെ യഥാർത്ഥ അജണ്ട കേരളത്തിന്റെ അധികാരം പിടിക്കുക എന്നത് മാത്രമാണ്. ആ അധികാരം കയ്യിൽ കിട്ടിയാൽ മണിപ്പൂരിനേക്കാൾ കൊടും ക്രൂരത കേരളത്തിൽ ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സംഘപരിവാറിന്റെ ഇന്ത്യൻ ഫാഷിസത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ക്രൈസ്തവർ, ഇവിടുത്തെ ദളിതർ, ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗക്കാർ, ഇവിടുത്തെ മതനിരപേക്ഷവാദികൾ അവർക്കൊറ്റക്കെട്ടായി സംഘപരിവാറിനെ പ്രതിരോധിക്കാനുള്ള ഒരവസരമായി ഇത് മാറണം എന്ന ആഗ്രഹം എൻ്റെ പാർട്ടിക്കുണ്ട്. എല്ലാ അർത്ഥത്തിലും ജയിലിൽ കിടക്കുന്ന ആ സന്യാസിനിമാരോട്, മനപ്രയാസം അനുഭവിക്കുന്നവരോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു. ശരി, ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. അതിഥികളിലേക്ക് എത്തി ശ്രീ ഷൈജു ആന്റണി, നോക്കൂ, ഇവിടെ RSSന്റെ തന്നെ ഒരു പ്രൊജക്റ്റാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ളത്. RSS നേതാക്കൾ സിറോ മലബാർ സഭാ നേതൃത്വത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയ സംഭവം നടന്നിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. മറ്റൊന്ന്, സിറോ മലബാർ സഭയിൽ നിന്ന് തന്നെയാണ് ഈ കാസ പോലുള്ള എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ചില നേതാക്കളുടെ പിന്തുണയോടുകൂടി അടൂർ നഗരസഭ ഭരിക്കുന്നതും BJPയോടൊപ്പം ഭരിക്കുന്നതും നാം കണ്ടാണ്. BJPയിലേക്ക് അവരെ എന്താണ് പറയുക, അവരെ അങ്ങോട്ട് അയച്ച BJPയുടെ ഭാഗമാക്കി BJPയിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അടൂർ നഗരസഭയിലൊക്കെ വിജയിക്കുന്ന അവസ്ഥയും ഉണ്ടായി BJP. അപ്പോൾ ചില പ്രത്യേക സഭാവിഭാഗങ്ങളെ തെരഞ്ഞു പിടിച്ചാണ് കേരളത്തിലും BJP ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നത്. അതേസമയം ഉത്തരേന്ത്യയിൽ ഇവിടെ ഷിബു മീരാന പറഞ്ഞതുപോലെ തല്ലുകൊള്ളുന്നവർ മറ്റ് ഡിനോമിനേഷനിൽപ്പെട്ടവരാണ്. പ്രത്യേകിച്ചും ലാറ്റിൻ റീത്തിൽപ്പെട്ട ആളുകൾ, പൊന്തിക്കോസ്ത് വിഭാഗങ്ങൾ, പ്രൊട്ടസ്റ്റന്റുകാർ, ഇവരൊക്കെയാണ് വ്യാപകമായി ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നേരെയും വരുന്നു എന്ന് ഈ സിറിയൻ വിഭാഗം തിരിച്ചറിയുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണോ ഇത്, ഷൈജു ആന്റണി? അജിംസെ, ഇത് തിരിച്ചറിയണമായിരുന്നെങ്കിൽ നേരത്തെയൊക്കെ തന്നെ തിരിച്ചറിയാനായിട്ട് ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് സീറോ മലബാർ സഭയിലുള്ളവർ തന്നെ ഇതിനു മുമ്പ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇവരത് തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ അജിംസ് നേരത്തെ പറഞ്ഞ RSSന്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞില്ലേ, അത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബിഷപ്പ് ഔട്ട്റീച്ച് എന്ന് പറയുന്നതല്ലേ നല്ലത്. അവർ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ബിഷപ്പുമാരെ പോയി കാണുക എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാ ബിഷപ്പുമാർക്കും ഓരോ വോട്ടേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ വോട്ടില്ല. ബിഷപ്പുമാരല്ല ഇവിടുത്തെ ഒരു അഭിപ്രായ രൂപീകരണം നടത്തുന്നത്. ആ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത് ഇനിയെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്. അടിസ്ഥാനപരമായി വിശ്വാസത്തെ തൊട്ടാൽ, അടിസ്ഥാനപരമായി ഞങ്ങൾക്കുള്ള അവകാശത്തെ തൊട്ടാൽ ഇവിടെ എല്ലാ ക്രിസ്ത്യാനികളും ഒരുമിച്ചാകും. എല്ലാ ക്രിസ്ത്യാനികളും ഒരുമിച്ചാകും. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. അവിടെയാണ് ആ തിരിച്ചറിവാണ് ഒരു പക്ഷേ RSSന് വല്ലാതെ വൈകി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് RSS കണ്ടുപിടിച്ച മറ്റൊരു തന്ത്രമാണ് എന്താണ്, ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് RSS കണ്ടുപിടിച്ച നല്ല സ്വയംഭൻ തന്ത്രമാണ്. അത്തരമൊരു തന്ത്രത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് അവർ കളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തരേന്ത്യയിൽ അത്തരമൊരു തന്ത്രമല്ല, അതിനേക്കാൾ ഭീകരമായ തന്ത്രമുണ്ടാകുന്നു. അവിടെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടാകണമെങ്കിൽ ആ കൺസോളിഡേഷൻ്റെ ഭാഗമായി ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും അടിക്കണം.
രണ്ടുപേരെയും അടിച്ചാൽ മാത്രമാണ് അവിടെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടായാൽ മാത്രമാണ് അതിൻ്റെ പേരിൽ ഓരോ ജന്മിമാരുടെയും കീഴിലുള്ള നൂറുകണക്കിന് ആദിവാസികളെ കൊണ്ട് അവർ പറയുന്നിടത്ത് വോട്ട് കുത്തിക്കാൻ കഴിയും. നൂറുകണക്കിന് ആദിവാസികളാണ്, ഓരോ ജന്മിമാർക്കും തീരെഴുതി കൊടുത്ത പോലെയാണ്. അവരിൽ നിന്നത് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിമ്മിഷ്ടം ഭയങ്കരമാണ്. അപ്പോൾ ഈ ട്രൈബൽ ആളുകളെ അവരുടെ ഒരു സ്വന്തം വോട്ട് ബാങ്കായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിലെ ഒരു BJP രാഷ്ട്രീയത്തിന്, ആ രാഷ്ട്രീയത്തിനെ പിടിച്ചു നിർത്താൻ ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നൊരവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ 2 ട്രൈബൽ ഗേൾ അല്ലെങ്കിൽ 2 or 3 പേർ ഒരു ആദിവാസി കോളനിയിൽ നിന്ന് പുറത്തു വന്ന് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഇവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നായി പറയണത്? ജ്യോതി ശർമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അത് അവിടുത്തെ ഒരു ജന്മിമാരുടെ കീഴിലുള്ള ഒരു സംഘം ആളുകൾ അടിമകളെ പോലെ തൊഴിലെടുപ്പിക്കുന്ന ആളുകളെയാണ് ഇവർ കൂടുതൽ വിദ്യാഭ്യാസം നൽകി, കൂടുതൽ പരിശീലനം നൽകി, അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. അടിസ്ഥാനപരമായി ജാതിയാണ് പ്രശ്നം. അടിസ്ഥാനപരമായി ജാതിയാണ് പ്രശ്നം. കുറേ കാലങ്ങളോളം സീറോ മലബാർ സഭയിലെ വിശ്വാസികളെ നിങ്ങൾ ആദ്യ ബ്രാഹ്മണന്മാർ പണ്ട് ജാതി മാറിയതാണ്, ക്രിസ്ത്യാനിയായതാണ് എന്നവരെ വിശ്വസിപ്പിച്ചു. അപ്പോൾ നമ്മളൊക്കെ ഏതാണ്ട് ഒരു മേൽത്തട്ടിലുള്ള വിശ്വാസികളെ പോലെ ഇങ്ങനെ ഇരുന്നു. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. അത്തരമൊരു വിശ്വാസത്തിനകത്ത് നമ്മൾ ജീവിച്ചു പോയത് കൊണ്ടാണ് ഇത് കാണാതെ പോയത്. ഇവിടെയാണ് ഈ മുനമ്പം പ്രശ്നമൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഈ മുനമ്പം പ്രശ്നത്തിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മുനമ്പം പ്രശ്നത്തിനകത്ത് ഈ സർക്കാർ, BJP സർക്കാർ എത്ര ആശയോടുകൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു, ഇല്ലേ? പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു, ബില്ല് പാസ്സായി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോഴും അവിടെ സമരം നടക്കുകയാണ്. ആ പാവം മനുഷ്യരുടെ കഞ്ഞിക്കലത്തിൽ ഇവർ മണ്ണ് വാരിയിട്ടു. ഇതാണ് ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം. അതേപോലെ ഒരു തെറ്റിദ്ധാരണയല്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി അവിടെ ചെന്നിട്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും കണ്ടത്? എന്താണ് പറഞ്ഞത്? ആ പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ എതിർഭാഗത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നാളെ ഇവർക്ക് ജാമ്യം കിട്ടുമോ? അനൂപ് ആൻ്റണി പറയുകയാണ്, എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടാകും. എന്താണ് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനം? അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനം. ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തീരുമാനം ഉണ്ടാകും. 2-ാം ദിവസം സെഷൻസ് കോടതി പോകുന്നു. സെഷൻസ് കോടതി അതിനടുത്ത് NIA കോടതിയിലേക്ക് വിടുന്നു. വളരെ വിചിത്രമാണ് NIA കോടതിയിലേക്കൊക്കെ വിടുക എന്നുള്ളത്. നോക്കൂ, NIA ഈ കേസെടുത്ത് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട്. ഞങ്ങളുടെ ആ പാവം കന്യാസ്ത്രീമാർ, ഇവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് പോലും അവർ പാവങ്ങളായിരുന്നു, അവർ നിരപരാധികളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ കന്യാസ്ത്രീമാർ, സകല വിവരവും ബോധമുള്ള സകല മനുഷ്യരും തിരിച്ചറിഞ്ഞ ആ കന്യാസ്ത്രീമാർ ഈ NIAയുടെ അന്വേഷണം നടക്കാൻ വേണ്ടി കാലങ്ങളോളം ജയിലിൽ കിടക്കണമെന്നാണോ പറയുന്നത്? എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് കേട്ടോ, വലിയ ആശങ്കയുണ്ട്. ഇത്രയും വലിയ രാജ്യവ്യാപകമായ ഈ പ്രതിഷേധമുണ്ടായിട്ടും എത്ര കാർക്കശ്യത്തോടു കൂടിയാണ് അവിടെയുള്ള ആ മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം ആ മുഖ്യമന്ത്രിക്ക് ബജ്രംഗ് ദൾ എന്ന ആൾക്കൂട്ടത്തെ പിണക്കാനാവില്ല. ആ ആൾക്കൂട്ടമാണ് അവിടെ സകലതും നിയന്ത്രിക്കുന്നത്. ആ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പോലീസ് അധികാരികൾ പോലും നിഷ്ക്രിയരാണ്, അവർ നിഷ്പ്രഭമായി പോവുകയാണ്. അത് വല്ലാത്ത അപകടമുണ്ടാക്കും. ആൾക്കൂട്ടത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. ഇത് ഇവിടെ കൊണ്ട് തീരില്ല അജിംസ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കേരളത്തിൽ ഈ പ്രതിഷേധങ്ങളുണ്ടായി, ഇന്ത്യയിൽ ഈ പ്രതിഷേധങ്ങളുണ്ടായി, ഇതിവിടെ കൊണ്ട് തീരും എന്ന് കരുതരുത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വത്തിക്കാനിൽ നിന്ന് വത്തിക്കാൻ്റെ വിദേശകാര്യ സെക്രട്ടറി ഇവിടെ വന്ന് ജയശങ്കറുമായി സംസാരിച്ചത്. ജയശങ്കറുമായി സംസാരിച്ചപ്പോൾ മാർപ്പാപ്പയെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയതെങ്കിലും
വത്തിക്കാൻ പ്രതിനിധി ഉയർത്തിയ ഒരു പ്രധാന പ്രശ്നം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നാൽ അത്ഭുതപ്പെടാനില്ല. ഇതിൻ്റെ ചർച്ചകൾ, ഇതിൻ്റെ അലയൊലികൾ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറും. ഇന്ത്യയിൽ ഇതുപോലൊരു ഉണ്ടെന്ന് ലോകത്തെ കേട്ടുകേൾവിയില്ലാത്തവണ്ണം കന്യാസ്ത്രീകളുടെ വേഷം കണ്ടാൽ ഹാലിളകുന്ന ഒരു സംസ്ഥാനമുണ്ട്. പർദ്ദയണിഞ്ഞു പോകുന്ന ഒരു സ്ത്രീയെ കണ്ടാൽ ചെരുപ്പ് കൊണ്ട് പുറകിലേക്ക് എറിയുന്ന ഒരു സംസ്കാരമുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. കന്യാസ്ത്രീകളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പർദ്ദയണിഞ്ഞു പോകുന്ന സ്ത്രീകളെ പുറകിൽ നിന്ന് ചെരുപ്പ് കൊണ്ട് വലിച്ചെറിയുന്നു. അതേ സമയത്ത് ദിഗംബര സന്യാസികൾക്ക് പോലീസ് കാവൽ നിൽക്കുന്നു. പോലീസ് കാവലോടെ ദിഗംബര സന്യാസികൾ മെയിൻ റോഡിലൂടെ നടക്കുന്നു. ഇതെല്ലാം ഇന്ത്യയുടെ വിവിധ തരം കാഴ്ചകളായി പുറത്തു വന്നാൽ അത്ഭുതകരമാം വിധം ഇന്ത്യക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും. ശരി, നമ്മളൊക്കെ ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. ആ രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യത്തോടുള്ള അസ്തിത്വവുമൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഈ ഒരു കൂട്ടം വിവരമില്ലാത്ത വെറും തീവ്ര സ്വഭാവം മാത്രമുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകരെ പോലെയുള്ള ആളുകളാണ് അത് ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നത് ശുഭോദർക്കമല്ല എന്ന് പറയാതിരിക്കാനാവില്ല. ശരി ഷൈജു. ശ്രീ നിതീഷ്, ഇവിടെ ഷൈജു മുമ്പ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, സഭാപിതാക്കളല്ല വോട്ട്, ഓരോ ബിഷപ്പിനും ഒരേ വോട്ടേ ഉള്ളൂ. ഇവിടെ സഭാ നേതൃത്വം സംഘപരിവാറിൻ്റെ ഈ പ്രൊജക്റ്റിൽ വീണുപോയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് പൂർണ്ണമായും തലയുരാൻ ഈ നിമിഷത്തിൽ അവർക്ക് പലർക്കും സാധിച്ചിട്ടില്ല. സംഘപരിവാർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് ആ വിദ്വേഷ അജണ്ട പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സഭാപിതാക്കന്മാരെ വാലിഡേറ്റ് ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികളും മന്ത്രിമാർ വരെയും രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പദം കോയിൻ ചെയ്ത പാലാ ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ടുവന്ന മന്ത്രി VN വാസവനാണ്. ഈ ഘട്ടത്തിൽ CPM നേതൃത്വം കൂടി ഇത്തരം കാര്യങ്ങളിൽ ഒരു വീണ്ടുവിചാരം എടുക്കേണ്ടതില്ലേ? ഈ വിഷയത്തിലേക്കാണ് ചർച്ച പോകേണ്ടതെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇങ്ങനെ അല്ല ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇവിടെ ഒരു വലതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഈ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്ന് നമുക്ക് പോകേണ്ട പലതരം ആംഗിളുകളുണ്ട്. അതിലേക്കാണ് ചർച്ച പോകേണ്ടത്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. കേരളത്തിലെ സംഘപരിവാരം ഇത്തരം ചില ശ്രമങ്ങൾ കേരളത്തിൽ നടത്തിയപ്പോൾ അവരുടെ വേദിയിൽ തന്നെ പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആക്രമിച്ചത് സംഘപരിവാരമാണ്, RSS ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാത്തത് എന്ന് അവരുടെ വേദിയിൽ പോയിട്ട് പറയുകയും നിങ്ങൾ ധൈര്യമായിട്ടത് പറഞ്ഞോ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് അവർക്കുറപ്പ് പരസ്യമായിട്ട് കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രി കൂടിയുള്ള നാടാണ് ഈ നാട്. ഒരു തരത്തിലുള്ള സംഘപരിവാരത്തിന് സഹായകരമായിട്ടുള്ള നിലപാട് പലരും എടുത്തിട്ടുണ്ട്. ചില ക്രിസ്ത്യൻ അധ്യക്ഷന്മാരെടുത്തിട്ടുണ്ട്, ചില സഭാ നേതൃത്വത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആരെടുത്താലും അത് പരിപൂർണമായും തെറ്റാണ്. മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള നിലപാടാണ്. അവരത് തിരുത്തണം. അവരത് തിരുത്തേണ്ടത് ഈ നാടിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി കൂടി ആവശ്യമുള്ള ഒരു കാര്യമാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ സംവിധാനങ്ങളെ മുഴുവൻ ആക്രമിച്ചുകൊണ്ടാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നേരത്തെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഉത്തരേന്ത്യയിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രത്യേകത ഉത്തരേന്ത്യയിലെ ഒരു വിശാല ഹിന്ദു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? ജാതിയാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അതായത് ദൈനംദിന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ജാതി ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയുടെ എല്ലാ ഭീകരതകളും അനുഭവിച്ച വിഭാഗത്തെ മുഴുവൻ ഒത്തുചേർത്തൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ എന്ത് വേണം? അവരുടെ ശത്രുക്കളായിട്ട് എല്ലാ മതന്യൂനപക്ഷങ്ങളെയും നിർത്തണം. മുസ്ലിങ്ങളെ മാത്രം നിർത്തിയാൽ പോരാ, ക്രിസ്ത്യാനികളെ നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. കേരളത്തിൻ്റെ സാഹചര്യം അങ്ങനെയല്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ട് മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ RSSൻ്റെ ഉള്ള നാട്ടിൽ സുരക്ഷിതരാണ് എന്നേയല്ല. ഇതാർക്കെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ അവർക്ക് ഈ നാട് തള്ളപ്പെട്ട അപകടത്തിൻ്റെ കയം മനസ്സിലാകുന്നില്ല എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുവാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക. ഇപ്പോൾ RSSൻ്റെ പ്രതിനിധി ഇവിടെ ഇല്ല, സംഘപരിവാരത്തിൻ്റെ പ്രതിനിധി ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ ഒന്നെന്താണെന്നറിയോ?
പോലീസാണല്ലോ കേസെടുത്തിട്ടുള്ളത്. നിരപരാധിയാണെങ്കിൽ അവർക്ക് കോടതിയിൽ അവരുടെ നിരപരാധിത്വം തെളിയിച്ചിട്ട് പുറത്തു വരാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ കൂടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നിതീഷ് അതിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാ ഇന്ന് ഭരണഘടനാ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, തൃശ്ശൂരിൽ 2 കന്യാസ്ത്രീകളെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, അന്ന് ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇന്ന് വന്ന വാർത്ത ആ 2 കന്യാസ്ത്രീകളെ കോടതി വെറുതെ വിട്ടു, കുറ്റവിമുക്തരാക്കി എന്ന വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. ആ സംഭവമാണ് കെ സുരേന്ദ്രൻ റെഫർ ചെയ്യുന്നത്. അതെ, ആ സംഭവം എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ മുന്നിലില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അവർ ജയിലിൽ കിടക്കപ്പെട്ടിട്ടില്ല. ആ കേസെടുത്തത് റെയിൽവേ RPF ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു നാട് മുഴുവൻ ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടം അവിടെ കൂടി ഈ പറയുന്ന ഇരയെ കണ്ട വേട്ടക്കാരൻ്റെ മാനസികാവസ്ഥയോട് കൂടിയിട്ട് ഭ്രാന്ത് പിടിച്ച് നാട്ടിൽ കലാപം വിതറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് ഈ ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പോലീസ് ആദ്യം അറിയിക്കുന്നത്, അവിടുത്തെ ഉദ്യോഗസ്ഥർ ആദ്യം അറിയിക്കുന്നത് ആ നാട്ടിലെ ബജ്രംഗ് ദളിനെയാണ്. അവർ കൂട്ടമായിട്ട് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള പിടിച്ചിട്ടുള്ള ആൾക്കൂട്ടമായിട്ട് അവർ അവിടത്തേക്ക് ഇരച്ചു വരികയും ആളുകളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാനസികാവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഒരു ജനത പോകുന്നത്? ഇതൊരു ദിവസം കൊണ്ടുണ്ടാകുന്നതാണോ? എങ്ങനെയാണ് തിരുവസ്ത്രം കാണുമ്പോൾ വെറുപ്പും വിദ്വേഷവും നുരച്ചു പൊന്തുന്ന വന്യമൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എങ്ങനെയാണ് പരുവപ്പെടുന്നത്? ആ പരുവപ്പെടുത്തിയതാണ്. അത് തനിയെ സംഭവിക്കുന്ന ഒന്നൊന്നല്ല, എത്രയോ വർഷങ്ങളായി നടത്തിയ ക്യാമ്പയിനുകളിലൂടെ നടത്തുന്നതാണ്. ഒന്നിതാണ് അപകടം. എങ്ങനെ? നിങ്ങൾ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തെ ദുർബലപ്പെടുത്തും. അവിടെ വെറുപ്പും വിദ്വേഷവും, അത് തിരുവസ്ത്രം കണ്ടാൽ, പുരോഹിതന്റെ വേഷം കണ്ടാൽ, കന്യാസ്ത്രീകളെ കണ്ടാൽ, അല്ലെങ്കിൽ തൊപ്പിവെച്ച ആളുകളെ കണ്ടാൽ, അല്ലെങ്കിൽ മൊയ്ലിയാരെ കണ്ടാൽ, ഉസ്താദിനെ കണ്ടാൽ, വ്യത്യസ്തമായി വസ്ത്രം ധരിക്കുന്ന മനുഷ്യരെ കണ്ടാൽ, വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ കണ്ടാൽ, വ്യത്യസ്തമായ മത ചിഹ്നങ്ങൾ അണിഞ്ഞിട്ടുള്ള ആളുകളെ കണ്ടാൽ ആകെ ഭ്രാന്ത് പിടിക്കുന്ന, പ്രകോപിതരാകുന്ന മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ജനതയെ, സമൂഹത്തെ സൃഷ്ടിക്കും. ഒന്ന്. രണ്ടോ, ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് ഇതിൽ ഇരകളാക്കപ്പെടുന്ന ആളുകൾ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇരകളാക്കപ്പെട്ടിട്ടുള്ളത് മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകളാണ്. അവരെ നിങ്ങൾക്ക് ജയിലിൽ എത്ര വർഷം വേണമെങ്കിലും അടക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ സംവിധാനത്തെ കൂടി അങ്ങനെയാണ് പരുവപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് അത്ര എളുപ്പത്തിൽ പുറത്തു വരാൻ വേണ്ടി പറ്റുന്ന ഒരു നാടല്ലാതെ ആക്കുകയാണ് ഈ നാടിനെ. നമ്മുടെ മുന്നിൽ ഫാദർ സ്റ്റാൻസ്വാമിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ പാർക്കിൻസൺസ് രോഗമുണ്ടായിരുന്ന, ജീവിതം മുഴുവൻ നിസ്വരായ മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനെ, മനുഷ്യസ്നേഹിയെ എങ്ങനെയാണ് പീഡിപ്പിച്ച് ഒരു വ്യവസ്ഥിതി കൊല്ലുന്നത് എന്നുള്ളത് കണ്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ മുന്നിൽ തന്നെ പ്രൊഫസർ GN സായിബാബയുടെ അനുഭവമുണ്ട്. 10 വർഷമല്ലേ ജയിലിലിട്ടത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, പോളിയോ ബാധിച്ച് ചെറുപ്പം മുതൽ ജീവിതം വീൽ ചെയറിലായിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു അധ്യാപകനെ 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പുറത്തു വരാൻ വേണ്ടി പറ്റുന്നത്. ഒരു തെളിവുമില്ല, ഒരു തരത്തിലും അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് അദ്ദേഹത്തെ വളരെ വിദൂരമായിട്ടെങ്കിലും ബന്ധിപ്പിക്കാനുള്ള ഒന്നുമില്ല. പക്ഷേ ഈ പീഡനത്തിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഈ തടവ് കാലത്തിന്റെ തുടർച്ചയിൽ ലഭിച്ച രോഗപീടിയാൽ അദ്ദേഹം മരിക്കുന്നത് നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ദിസ് പ്രോസസ് ഇറ്റ് സെൽഫ് ബിക്കംസ് എ പണിഷ്മെന്റ്. ഈ പ്രക്രിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടത്തെ ഉണ്ടാക്കും, ജനാധിപത്യ ബോധമില്ലാത്ത ദുർബലമായ സാമൂഹിക ശരീരത്തെ ഉണ്ടാക്കും, അതിൻ്റെ കൂടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയിട്ട് നിരപരാധികളെ എത്ര കാലം വേണമെങ്കിലും ജയിലിലടക്കാൻ, പീഡിപ്പിക്കാൻ, ഇനി കോടതി ശിക്ഷിച്ചിട്ടില്ലെങ്കിലും ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കുന്നവരാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും സാധിക്കും. ഈ ഭീകരതയാണ് ഇന്ത്യയിൽ സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുക്കുന്ന നാടാണ് കേരളം. അതിനോട് നോ പറഞ്ഞിട്ടുള്ള നാടാണ് കേരളം. അങ്ങനെ ഈ കേരളത്തെ നിലനിർത്തുന്നതുകൊണ്ടാണ് സംഘപരിവാരത്തിന് ഈ മണ്ണിൽ ഇപ്പോഴും നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ശരി, ഷിബു മീരാൻ, ഓർമ്മയുണ്ടാവും ഷിബുവിന്, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് കേരളത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷവും വർഗീയതയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച്, പ്രത്യേകിച്ചും ആ കോവിഡ് കാലത്ത് വൻതോതിലുള്ള പ്രചാരണം നടന്നിരുന്നു ഭിന്നതയുണ്ടാക്കാൻ സമുദായങ്ങൾക്കിടയിൽ. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ പ്രചാരണം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് പലരും. അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതുന്ന പലരും ഉണ്ടാകും. ആ സ്ഥിതി മാറുകയാണോ? കുറെ കൂടി
സൗഹാർദ്ദപരമായ സാമുദായിക അന്തരീക്ഷമുള്ള കേരളത്തിൽ ആണോ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്? അല്ല, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു പാറ്റേൺ വളരെ കൃത്യമാണ്. അതായത് ഒരു ഭാഗത്ത് തിരുവസ്ത്രം, മറുഭാഗത്ത് ഹിജാബ്, ഒരു ഭാഗത്ത് മിഷണറി എന്ന ഒരു വാക്ക് കോർണർ ചെയ്ത് മതപരിവർത്തനം എന്ന നിലയ്ക്ക് കൊണ്ടുവരുന്നു, മറുഭാഗത്ത് ആണെങ്കിൽ ഇവർ ലവ് ജിഹാദ് എന്നൊരു സംഗതി ഉയർത്തി. ഇതെല്ലാം കൂടി വിദ്വേഷമാകെ വന്നു നിൽക്കുന്ന കൈവഴി ഒറ്റ ഒന്നാണ്. ഉത്തരേന്ത്യയിൽ ജുനൈദിനെയൊക്കെ കൊലപ്പെടുത്തിയ ആൾക്കൂട്ടം ആ ഉന്മാദ മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഇപ്പോൾ ജ്യോതി ശർമ്മയോടൊപ്പം നിന്ന് ആ ക്രൈസ്തവ സന്യാസിനിമാരുടെ മുഖത്തടിക്കുന്ന ആൾക്കൂട്ടവും അത് വിളിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, അത് മുസ്ലിം വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും ഒക്കെ ഇങ്ങനെ തിളച്ചു പൊങ്ങുന്നിടത്ത് കേൾക്കുന്ന ആ മുദ്രാവാക്യം ദേശ് കി ഗദ്ദാരോങ്കോ ഗോലിമാരോ സാലോങ്കോ എന്നതാണ്. രാജ്യദ്രോഹികൾ എന്ന ഒരു വാക്ക്, ഒരു ചാപ്പ ഇവരുടെ കയ്യിലുണ്ട്. അത് തരാതരം പോലെ ആളുകളുടെ മുതുകത്ത് പതിപ്പിച്ച് അവരെ വേട്ടയാടുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാണ് സംഘപരിവാർ എന്നൊരു തിരിച്ചറിവിലേക്ക് കേരളം പോകണം. കാരണം അജിംസെ, നമുക്കറിയാലോ അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ നടന്നിട്ട് ഇപ്പം ലോകം പോയിട്ടും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും കോവിഡ് വൈറസിന് അജിംസെ മതം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ വന്നപ്പോൾ കോവിഡ് വൈറസിന്റെ മതം തീരുമാനിക്കപ്പെട്ടു. ആ വൈറസ് മുസ്ലിം ആണെന്നും തീരുമാനമായി. ഇനി മുസ്ലിം അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ആ വൈറസ് തബ്ലീഗ് ജമാഅത്തിന്റെ ആളാണെന്നും കൂടി ഇവിടെ ആളുകൾ തീരുമാനിച്ചു കളഞ്ഞല്ലോ. അവിടുന്നാണ് ഇതൊക്കെ രൂക്ഷമായിട്ട് ആരംഭിക്കുക. നമ്മൾ കാണേണ്ടത്, ഇവരൊരിക്കലും മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് പറയില്ല. ഇവരൊരിക്കലും ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ, ഇവിടുത്തെ മുസ്ലിമിന്റെ, ഇവിടുത്തെ ഹിന്ദുവിന്റെ തൊഴിലില്ലായ്മയെ കുറിച്ച് ഇവർ സംസാരിക്കില്ല. ഇങ്ങനെ വൈകാരികമായ വിഷയങ്ങൾ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിലെ ആ ദേവാലയത്തിലെ മാതാവിന് പൊന്നും കുരിശിന് എവിടെയാ കുറവ്? ആ പൊന്നും കുരിശും കൊണ്ടുവന്നിട്ട് ഒരു വലിയ കൺഫ്യൂഷൻ സൃഷ്ടിച്ച് ഇവിടുന്ന് ജയിച്ചു പോയി കേന്ദ്രമന്ത്രിയായി ഓരോ പ്രസംഗത്തിലും 3 തവണ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പേര് പറയുന്ന ഒരു വിദ്വാൻ ഈ നിമിഷം വരെ വാ തുറന്നിട്ടുണ്ടോ? തൃശ്ശൂർന്ന് അധികം ദൂരമല്ലല്ലോ ഈ അങ്കമാലി. എത്ര അക്രമ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായി. മൂപ്പരോട് ചോദിച്ചാൽ അതൊക്കെ നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട് എന്ന് പറയും. ആ ആണുങ്ങളുടെ ആ ആൾക്കൂട്ട ഭീകരതയുടെ ഒരു നെറുകേടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചറിവാണ്. ഈ കാസ മാത്രമല്ല കേട്ടോ ജിംസ്, അതുകൂടി നമ്മൾ മനസ്സിലാക്കി പോയിക്കോ. BJP ഇതിൻ്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് കാസയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളുടെ, കേരളത്തിലെ ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു വലിയ ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ തെക്കൻ കേരളത്തിൽ, ഈ കേരളത്തിലെ ഈഴവ സമൂഹമൊക്കെ പരമ്പരാഗതമായി തന്നെ നല്ല ശക്തമായ ഇടതുപക്ഷ നിലപാടുള്ളവരാണ്. അവരുടെ ഇടതുപക്ഷ ബോധ്യത്തെ ചോർത്തിയെടുക്കാനുള്ള കൊട്ടേഷൻ കൂടി ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന പ്രസംഗങ്ങളൊക്കെ ഉത്തരേന്ത്യയിലെ BJP നേതാക്കന്മാരെക്കാൾ അതിൻ്റെ സ്ക്രിപ്റ്റിലൊന്നും വലിയ വ്യത്യാസമില്ല. അതുകൂടി തിരിച്ചറിഞ്ഞ് അവരുടെ സ്റ്റേജിൽ പോയി അവരെ കൂടി തിരുത്താനുള്ള ആർജവം കേരളത്തിനും അതിൻ്റെ മുഖ്യമന്ത്രിക്കൊക്കെ ഉണ്ടാവുന്നത് നന്നാവും എന്നുകൂടി തിരിച്ചറിഞ്ഞിട്ട് ഞാൻ പറയാണ്, ഞാനൊരു അഭിപ്രായ വ്യത്യാസമായിട്ട് തർക്കമായിട്ട് ഉന്നയിക്കുകയല്ല. ഈ ചർച്ചയുടെ പൊതുവായ വികാരത്തിനെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതുമല്ല. കേരളം ഒറ്റക്കെട്ടായി നിൽക്കട്ടെ. നമ്മളിവിടെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ അടിക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല. എല്ലാ പഞ്ചായത്തിലും ഇവിടെ സ്കൂളുണ്ട്. അജിംസെ, താങ്കൾ ക്രൈസ്തവ സഭ നടത്തുന്ന സ്കൂളിൽ പഠിച്ച ആളല്ലേ? ഞാൻ അങ്ങനെ ഒരു സ്കൂളിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് നമുക്ക് എന്താ ഇവിടെ നഷ്ടമുണ്ടായത്? നമ്മളാരെങ്കിലും മതപരിവർത്തനം നടത്തിയോ? ഇല്ലല്ലോ. അങ്ങനെ വളരെ നിസ്വമായ അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരിലേക്ക് ആ ജപമാലയും അതേപോലെ തന്നെ ബൈബിളും ഒക്കെയായി ആശ്വാസത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്ന അവർ ആയുധധാരികളല്ല, അവർ രാജ്യദ്രോഹികളല്ല എന്ന് തിരിച്ചറിയാനും കുറെ കൂടി ഐക്യത്തോടെ ചേർന്ന് നിൽക്കാനും BJPയുടെ സംഘപരിവാറിന്റെ ആത്യന്തികമായ അജണ്ട തിരിച്ചറിയാനും ഇത് കേരളത്തിനൊരു അവസരമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടതും. അജിംസ്, ശരി, നന്ദി. ശ്രീ ഷിബു മിരാൻ, ശ്രീ ഷൈജു ആന്റണി, നിതീഷ് നാരായണൻ, ഷാബു പ്രസാദ്, ഇത്രയും സംസാരിച്ചതിൻ്റെ ഇടപെടൽ. ഷോ ക്രെഡിറ്റ്സ് ബ്രോട്ട് യു ബൈ രുചികരമായ ഭക്ഷണം, അത് മനസ്സുകളെ ഒന്നാക്കും. നെല്ലറ. ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ പ്രോസസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ്. മർമർ ഇറ്റാലിയ, ഫറൂഖ് കാലിക്കറ്റ്. Hot Pack, we never let you down. മീഡിയ വൺ ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് MBBS സ്കോളർഷിപ്പ് ഫെയർ 2025 ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ABC Cargo and Courier, #1 in GCC. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ചന്തം തികഞ്ഞൊരു വീടിനുമേലെ ചന്തത്തി നിൽക്കണ റൂഫ് കണ്ടോ? ലക്സ്യൂ, നല്ല ലക്ഷണമൊത്ത റൂഫിംഗ്. ABC Cargo and Courier, #1 in GCC. ഹാർഡ്വുഡിലെ റൈറ്റ് ചോയ്സ്. ട്രീറ്റ്. KMCT.org വിസിറ്റ് ചെയ്യൂ. യോജിച്ച കോഴ്സ് തിരഞ്ഞെടുക്കൂ.
വിദേശത്തും GCC കൺട്രീസിലും ജോലി, പഠനം, സ്വപ്നം കാണുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും IELTS or PTE ക്രാക്ക് ചെയ്യാനും സ്മാർട്ട് സിറ്റി അക്കാഡമി നൽകുന്നു കോംപ്രഹെൻസീവ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ബ്രിട്ടീഷ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് സെന്റർ, ഹൈബ്രിഡ് ക്ലാസസ്, എക്സ്പേർട്ട് മെന്റർഷിപ്പ്, അഫോർഡബിൾ ഫീസ്. സ്മാർട്ട് സിറ്റി അക്കാഡമി, എലവേറ്റിംഗ് കരിയേഴ്സ്. Denwood. It's durable, eco-friendly, low-maintenance material. Denwood, the next generation wood. French Avenue, for those who desire. Show credits brought to you by ഞങ്ങളുടെ സ്വന്തം ഫാക്ടറികളിൽ പ്രോസസ് ചെയ്യുന്ന ഇറ്റാലിയൻ മാർബിൾസ് മർമർ ഇറ്റാലിയ, ഫറൂഖ് കാലിക്കറ്റ്. ഇനി ഹോം ഇന്റീരിയറിന് Denwood, the next generation wood. Elegant, puffy, quality. In Royal. ഹാർഡ്വുഡിലെ റൈറ്റ് ചോയ്സ്. ട്രീറ്റ്. മീഡിയ വൺ ഹാർവസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് MBBS സ്കോളർഷിപ്പ് ഫെയർ 2025 ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. Hawaii Steel Doors and Windows, the global standard doors and windows. Lulu Hypermarket, home delivered. Download the Lulu app now. Wilsmera Jewels, ആരും കൊതിച്ചു പോകും. ഫാമിലി വെഡിംഗ് സെന്റർ, the beginning of forever. പുതിയ കാലത്തിന്റെ കരുത്തും കാവലും. മിനാർ TMT Temcor FE 550D സ്റ്റീൽ ബാർ. KMCT.org വിസിറ്റ് ചെയ്യൂ. യോജിച്ച കോഴ്സ് തിരഞ്ഞെടുക്കൂ. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. എൻട്രൻസ് ഏതായാലും കോച്ചിങ്ങിന് ഹാർവസ്റ്റ് തന്നെ ബെസ്റ്റ്. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേറ്റുനിക, the Muslim matrimonial. Impex Bullet Mixer, it can do it all. Impex ഉണ്ടെങ്കിൽ ആരും സ്റ്റാർ ആകും. ABC Cargo and Courier, #1 in GCC. Edu Wisdom Academy, empowering young minds. Abu Dhabi, UAE.